3D എഫക്റ്റിൽ മൈ ഡിയർ കുട്ടിച്ചാത്തിന് ശേഷം കുട്ടികൾ ഇഷ്ടപ്പെടുന്ന 3D എഫക്റ്റിൽ ഇന്ന് പുറത്തിറങ്ങിയ ചിത്രമാണ് ലവ്ലി. ലവ്ലിയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക്, അതായത് പ്രേക്ഷകർക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. 3D ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു. അത്ര നല്ല 3D ഒന്നും അല്ല. ഇനി തിയേറ്ററിൻ്റെ ആണോ കുഴപ്പമൊന്നും എനിക്കറിയില്ല. എന്തായാലും 3D അത്ര നല്ലതൊന്നുമല്ല. കുഴപ്പമില്ല. പാട്ട് മാത്രം കൊള്ളാം. വേറെ ഒന്നും കുട്ടികൾ കാണട്ടെ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഞാനിങ്ങനെ ചെറിയ പടങ്ങളൊക്കെ കാണുന്ന ടൈപ്പ് ആളാണ്. പക്ഷേ ഇത് പോരാ, പറ്റുന്നില്ല. അത് ഓക്കെയാണ്. ഫാന്റസി അല്ല, ഇമോഷണൽ ആയിട്ടാണ് പോകുന്നത്. കാണാൻ പറ്റിയ സിനിമ എല്ലാം തോന്നുന്നു കാണുമ്പോൾ. 3D കുഴപ്പമില്ല, കാണാൻ കൊള്ളായിരുന്നു. പിന്നെ വേറെ പറയാനൊന്നുമില്ല. മാത്യുവും പിന്നെ ബാബുരാജും ഉണ്ടല്ലോ, രണ്ടുപേരും കൊള്ളായിരുന്നു ആ സിനിമയിൽ. പിന്നെ ഇല്ല, കുട്ടികൾക്കും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര മോശമായിരുന്നു. VFX ഭയങ്കര മോശം, ടെറിബിളായിരുന്നു സത്യം പറഞ്ഞാൽ. തുടക്കത്തിൽ നമ്മൾ ഗുഡ്ക പാൻ മസാലയുടെ ആഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 3D എഫക്റ്റ്, ശരി ആക്ച്വൽ 3D തോന്നിയത്. അത് കഴിഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു. ഭയങ്കര സ്ക്രിപ്റ്റായിരുന്നു സിനിമയുടെ വില്ലൻ എന്ന് പറയാം. കാരണം എങ്ങനെ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴത്തേക്കും എങ്ങനെ ഒരു മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ ഇങ്ങനെ വലിച്ചു നീട്ടി എവിടെയൊക്കെയോ കൊണ്ടുപോയി അങ്ങ് നിർത്തിക്കളഞ്ഞു. എന്തേ അല്ല, അദ്ദേഹത്തിന് നമ്മൾ സ്ക്രിപ്റ്റിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അഭിനയം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗ എന്ന സിനിമ രാജമൗലിയുടെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സാങ്കല്പികമായിട്ട് ഒരു ഒബ്ജക്റ്റ് കൂടെ ഉണ്ടെന്ന് വെച്ചിട്ട് ആ ഒരു ഒബ്ജക്റ്റിനോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് നമ്മൾ പ്രേക്ഷകരെ പറഞ്ഞ് ഫലിപ്പിക്കണം. കാരണം ഇങ്ങനെ ഇതുകൊണ്ട് ഞാനൊരു ഈച്ചയായിട്ട് സംസാരിക്കുകയാണ് എന്നുള്ള ഒരു ഫീലിംഗ് നമ്മളിലേക്ക് വരുത്തണം. അതെല്ലാം പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് വളരെ മിനിമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഫൈറ്റ് അങ്ങനെയൊക്കെ അല്ല. ലവ്ലിയാണ് കൊള്ളത്തിൽ, ഇഷ്ടപ്പെട്ടു. ഇല്ല, ഭയങ്കര ബോറിംഗ് ആണ്. എനിക്ക് ഈ സത്യം ഇഷ്ടപ്പെട്ടു, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കൊള്ളത്തിൽ ഭയങ്കര ബോറിംഗ് ആണ്. 3D മാത്രം കൊള്ളാം. 3D കൊള്ളത്തില്ല. സോറി 3D കൊള്ളത്തില്ല. അല്ല, ചില സീൻസിലൊക്കെ 3D ഉള്ളൂ, ബാക്കി സിനിമ നോർമലാണ്. കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് കാണാനുള്ളത് ഫുള്ള് ലാഗാണ്. അപ്പം കണ്ടിരിക്കാൻ ഒരു രസമൊന്നുമില്ല. 3D കൊള്ളായിരുന്നു. ഈച്ചയുടെ 3D എസ്പെഷ്യലി നന്നായിട്ടുണ്ടായിരുന്നു. സീറ്റിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഈച്ച വന്ന് നിൽക്കും പോലത്തെ ഉള്ള 3D ഉണ്ടായിരുന്നു. പക്ഷേ 3D കൊള്ളാതിൻ്റെ കാര്യമില്ല. സിനിമ ലാഗാണ്. പിന്നെ കോമഡിയൊന്നുമില്ല. പിന്നെ എന്താണ്, ചിൽഡ്രൻസ് മൂവി എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. മാത്യൂസ് ഒരു ടീനായിട്ട് പോലും തോന്നിയിട്ടില്ല, ഒരു ചൈൽഡായിട്ടാണ് തോന്നിയിട്ടുള്ള സിനിമയിൽ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഒരു ഫാൻറ്റസി ഫീൽ ഗുഡ് മൂവി. അത്ര വലിയ എഫക്റ്റ് ഒന്നും തോന്നുന്നില്ല. 3Dയും കുഴപ്പമില്ല, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കൊള്ളാം, കുഴപ്പമില്ല. ജോമൻ ജ്യോതിരാണ് മറ്റേ തടിയുള്ള ആളാണ്. അവൻ കുറച്ചേ ഉള്ളൂ, സ്ക്രീൻ സ്പേസ് കുറവാണ്. 2 മണിക്കൂറിനകത്തേ ഉള്ളൂ സിനിമ. കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ല സൗണ്ട്. കൊള്ളാം. എന്താ കുട്ടികൾക്ക് ഒരുപാട് എൻജോയ്മെൻ്റ് എന്നൊന്നും പറയാനില്ല, ഒരു ജസ്റ്റ് ഓക്കെ.